നമസ്കാരം. നിങ്ങളുടെ കൈവശമുള്ള സ്മാർട്ട് ഫോണുകൾ ഒരുപക്ഷെ നാളെ കേരള പോലീസ് എത്തി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ് അത്തരത്തിൽ പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്നത്? അത്തരത്തിൽ ആരെയൊക്കെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്? അത്തരത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാ ആളുകളും ദയവായി വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും അതുപോലെ തന്നെ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ സ്മാർട്ട് ഫോണുകളാണ് ഇപ്പോൾ കേരള പോലീസുകൾ പിടിച്ചെടുക്കുന്നത്. ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന പരിശോധനയിലാണ് ഇത്തരത്തിൽ സ്മാർട്ട് ഫോണുകൾ പിടിച്ചെടുക്കുന്നത്. നിലവിൽ 455 കേന്ദ്രങ്ങളിൽ സ്മാർട്ട് ഫോൺ പരിശോധന നടത്തി കഴിഞ്ഞു. 6 പേരെ നിലവിൽ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ 35 കേസുകളും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. മൊബൈൽ ഫോണും ലാപ്ടോപ്പുകളും ഉൾപ്പെടെ 175 ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ പോലീസുകാർ നിങ്ങളെയും തിരിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്കും എത്തിയിരിക്കും. അതുകൊണ്ട് ഓപ്പറേഷൻ പി ഹണ്ടിനെ കുറിച്ച് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുവാൻ പോകുന്നത്. കുട്ടികൾക്കായുള്ള ലൈംഗിക ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് കേരള പോലീസ് രൂപം കൊടുത്തിരിക്കുന്നത്. ഇത് പോക്സോ പ്രകാരവും അതുപോലെ തന്നെ IT ആക്ട് പ്രകാരവും ഫിറ്റ്നസിന്റെ പുതിയ നിയമപ്രകാരവും ശിക്ഷാർഹമായ ഒരു കാര്യം തന്നെയാണ്. 1 വർഷം മുതൽ 9 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു ശിക്ഷയാണിത്. കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും അതുപോലെ തന്നെ അത് ശേഖരിച്ചു വെക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ടെലിഗ്രാമിലൂടെയും വാട്സപ്പിലൂടെയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ഒരു കുറ്റകൃത്യത്തിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ സെർച്ച് ചെയ്യുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നവരൊക്കെ ഓപ്പറേഷൻ പി ഹണ്ടിന്റെ പ്രകാരം അറസ്റ്റിലാകുന്നതായിരിക്കും. ഇത്തരം വൈകൃതങ്ങളുടെ ആളുകളുടെ മൊബൈൽ ഫോണിലെ ഡാറ്റകൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെയും പരാതികളുടെ അടിസ്ഥാനത്തിലല്ല കേരള പോലീസ് വീടുകളിൽ എത്തിയിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ തിരയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ IP അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് കേരള പോലീസിന് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററിയും അതുപോലെ തന്നെ മറ്റൊരാൾക്ക് അയച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മറ്റൊരാൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ള നിങ്ങളുടെ ചിന്താഗതി വളരെ തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. മൊബൈൽ ഫോൺ വിദഗ്ധമായ പരിശോധനയ്ക്ക് വേണ്ടി ഫോറൻസിക്കിലേക്കാണ് കേരള പോലീസ് ഇത് അയച്ചു നൽകുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലുള്ള ഡാറ്റകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടെന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളും ആ ഒരു കേസിൽ അറസ്റ്റിലാകാൻ സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിങ്ങളുടെ പേരിൽ കേസ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യപ്പെടുകയും വേണ്ടി വരും. കുറച്ചു കാലം നിങ്ങൾ അതിനാൽ ജയിലിൽ കഴിയുകയും വേണ്ടി വരും. പിന്നീട് നിങ്ങൾ കേസ് നടത്തി അന്തിമ തീരുമാനം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്രത്യേകം നിങ്ങൾ ഇത്തരത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അയച്ചു തരുന്നുണ്ടെങ്കിൽ അവരുടെ കോണ്ടാക്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡാറ്റകൾ സെർച്ച് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർത്തുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അഭിമാനം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നിങ്ങളുടെ പേരിന് യാതൊരു മോശം വരാതിരിക്കുന്നതിനും വേണ്ടി കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നഗ്ന ചിത്രങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തുക. അതുപോലെ തന്നെ ഇത്തരത്തിൽ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്തിട്ട് അത്തരത്തിലുള്ള ആളുകളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പുതിയൊരു വാർത്താ വിശേഷവുമായി നമുക്ക്